അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു കപ്പിളിനായിട്ടാണ് വന്നിട്ടുള്ളത്. സാബിക്ക് സഫ അല്ലേ? 2 ദിവസത്തെ ഫംഗ്ഷൻ കഴിഞ്ഞ് ഇപ്പം ഇന്ന് റിസപ്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങളെ കല്യാണം? അറേഞ്ച്ഡ് മാരേജ് തന്നെയാണോ അതോ? അറേഞ്ച്ഡ് മാരേജ്. എങ്ങനെയാണ് പ്രപ്പോസൽ? എങ്ങനെയാണ്, എവിടെ തുടങ്ങി? അതിൻ്റെ വാപ്പാൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരാളങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരു റിലേറ്റീവ് അങ്ങനെയാണ് അത് വന്നത്. സെറ്റായതാണ്. അതെ. ഇപ്പോൾ എത്രയായി ഇപ്പോൾ? അതായത് ഫസ്റ്റ് അതെ, ഞാൻ ഇയാളെ പോയി കണ്ടിട്ട് ഒരു ഏകദേശം 1 വർഷമായി. കഴിഞ്ഞ ജൂണിൽ കണ്ടാണ്. അപ്പൊ അതിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. പിന്നെ ഞാൻ പോവാനായിരുന്നു 10 ദിവസത്തെ ലീവിന് വന്നിട്ട് അങ്ങനെ വന്നു, കണ്ടു, പെട്ടെന്ന് പോയി. പിന്നെ അങ്ങനെ ലൈക്ക് കുറെ കഴിഞ്ഞപ്പോ വന്നു, വന്നിട്ട് ഇപ്പൊ അപ്പൊ ഈ 1 വർഷത്തിന്റെ ഇടയിൽ നിങ്ങൾ പിന്നെ സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു? കുറച്ചും കൂടെ അടുക്കാനുള്ള ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ പിന്നെ കല്യാണം കഴിഞ്ഞു, നിക്കാഹ് കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. എന്താണ് ഇന്നത്തെ ഒരു ദിവസത്തിൽ നിങ്ങൾ എന്താണ് ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച് പറയുന്നത്? രണ്ടാളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദിവസമാണല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ ഡ്രീം ചെയ്തൊരു കാര്യം, ലൈക്ക് നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഉള്ളൊരു ആഗ്രഹമാണ് കല്യാണം അടിപൊളിയാക്കണം, നല്ല എന്താ പറയുക ഇവന്റ് ലൈക്ക് ഫോട്ടോസ് നല്ല അടിപൊളിയാക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇന്നെന്ന് പറയുന്നത് അതിൻ്റെ ഒരു തുടക്കമാണ്. അപ്പോൾ ഇത് എൻജോയ് ലൈക്ക് നമ്മുടെ ഫങ്ഷൻസ് എല്ലാം കഴിഞ്ഞു, പക്ഷെ നമ്മൾ ലൈഫ് ബിഗിൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഇതുവരെ എല്ലാം പക്ക അടിപൊളിയായിട്ട് ഫങ്ഷൻസ് എല്ലാം അടിപൊളിയായി കഴിഞ്ഞു. ഇന്നലത്തെ നിക്കാഹ് അവിടെ അടിപൊളിയായി. അടിപൊളി. അപ്പോൾ അതുകൊണ്ട് ഫുൾ ഹാപ്പി. ഇനി അങ്ങോട്ടും കൂടി നല്ലപോലെ ഹാപ്പി അടിപൊളിയായിട്ട് തന്നെ പോകും. ഓക്കെ, ഇനി എന്താ സാബിക്ക് എന്താ പറയുന്നത്? അതെ, 1 വർഷത്തെ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഈ ഒരൊറ്റ ദിവസത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര നല്ല രീതിയിൽ നടന്നു. ഇപ്പോൾ ക്യാമറ ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ എല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ലൈക്ക് പോസ് ആണെങ്കിൽ നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിൽക്കുക, നിങ്ങൾ ഫുൾ പറഞ്ഞ് നമുക്ക് ആ ആക്ഷൻസ് മാത്രം ചെയ്താൽ മതി. അപ്പൊ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്കൊന്നും എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ജസ്റ്റ് പോസ് ചെയ്യുക, അടിപൊളി പിക്സ് ഔട്ട്പുട്ടായി കിട്ടുക. ഇന്നലത്തെ വീഡിയോനെ കുറിച്ച് എന്താണ്? ഇന്നലെ കുറച്ച് ഇമോഷൻസ് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ചെയ്തത് അടിപൊളിയാണ്. ലൈക്ക് ഏറ്റവും ലാസ്റ്റ് എടുത്ത സാധനം ഫസ്റ്റ് കൊണ്ടുപോയിട്ടിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൈക്ക് എല്ലാവരും ക്യാപ്ചർ ചെയ്യും. ഫസ്റ്റ് ആ ഒരു ബായ് പറഞ്ഞു പോണതും ഞാൻ അങ്ങനെ എല്ലാരും ഹഗ് ചെയ്യണതൊക്കെ ഭയങ്കര ശരിക്ക് അടിപൊളി. എല്ലാരും അറ്റൻഷൻ നമുക്ക് കിട്ടും. ആ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ആ വീഡിയോ കണ്ടിട്ട്. പിന്നെ ഇത് എങ്ങനെയാണ് ക്യാപിറ്റൽ തിയേറ്ററിലേക്ക് എത്തിയത്? ഇപ്പൊ ഞാൻ മനസ്സിലാക്കണം എന്താ വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഇളയമാൻ്റെ മോള് ഷിയാനയുടെ പേര്. ഷിയാനയുടെ കല്യാണം അല്ല ഞാൻ ചെയ്തത്, ഷിയാനിന്റെ ഹസ്ബൻഡിന്റെ അവിടെയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അതിപ്പോ ഒരു 2 മാസം ആവുന്നേ ഉള്ളൂ അല്ലേ? 6 മാസമായി. 6 മാസമായി. ശരി. അപ്പോ ആ ഒരു കെയർ ഓഫിലാണ് വന്നത് അല്ലേ? അതെ, എനിക്ക് ക്യാപിറ്റൽ തിയേറ്ററിന് ആദ്യം അറിയായിരുന്നു. പിന്നെ ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അവരുടെ വീഡിയോ. അതുപോലെ 10-12 പേരെ അങ്ങനെ കല്യാണം നടന്നു. ആ വീട്ടിൽ ഞാൻ 12 കപ്പിൾസിനെ എടുത്തിട്ടുണ്ട്. ആ ഫാമിലിയിൽ കേട്ടോ 12. പിന്നെ അത് കഴിഞ്ഞ് ഇനിയിപ്പോ 13ാമത്തത് ഇനിയിപ്പോ അടുത്ത മാസം ജൂലൈയിലുണ്ട്. അതായത് ഇപ്പൊ ഈ കലീലിന്റെ 5ന്റെ അത് ജൂലൈ 26 ഓഗസ്റ്റ് 6 ആയിട്ട് ആൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ക്യാപിറ്റൽ തിയേറ്ററിനെ ഏൽപ്പിക്കാൻ നിങ്ങൾക്കൊരു കംഫർട്ടായിട്ടുള്ള എന്തെങ്കിലും ഒന്നും ഉണ്ടാവുമല്ലോ? ക്യാപിറ്റൽ തിയേറ്ററിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അതെന്താണ് നിങ്ങൾക്ക് ഞങ്ങളിൽ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് തോന്നിയ സാധനം? ബ്രാൻഡ് കീപ്പ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഒരു ബ്രാൻഡ് വാല്യൂ പോലെ ഉണ്ട്. ആദ്യം ലൈക്ക് ഇപ്പം എല്ലാ ഒരു മുമ്പേ ഇത് കുറച്ചും കൂടി ഇപ്പൊ കുറേ ലൈക്ക് എമേർജ് ചെയ്ത് വരുന്നുണ്ട് കുറേ ഫോട്ടോഗ്രാഫേഴ്സ്. ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ബട്ട് സ്റ്റിൽ ഈ ക്യാപിറ്റൽ തിയേറ്റർ എന്ന് പറഞ്ഞത് ഒന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. ലൈക്ക് അത് കുറേ മുമ്പ് തന്നെ ഉള്ളതും എല്ലാത്തിനും ഹൈലൈറ്റ് ആയിട്ട് അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ ഇറക്കിയതുകൊണ്ട് തന്നെ ഇപ്പോഴും സ്റ്റിൽ ആ ഒരു നെയിം ബ്രാൻഡ് വാല്യൂ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു ട്രസ്റ്റാ. അപ്പൊ നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷനോ കാര്യങ്ങളൊന്നും ഇല്ല, ആൾറെഡി അല്ലേ? സെറ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഏൽപ്പിച്ചു. ഇപ്പം ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇന്നലെ ചെയ്തതും പിന്നെ നിങ്ങളെ കോർഡിനേറ്റ് ചെയ്തതിനൊക്കെ നിങ്ങൾ ഹാപ്പിയാണ് അല്ലേ? എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. ഇന്നലെ ഞങ്ങൾ തന്ന ഔട്ട്പുട്ടിൽ നിങ്ങൾ ഹാപ്പിയാണ്. അതും നമുക്ക് ഇപ്പോൾ 10 പിക്സൊക്കെ ചിലപ്പോൾ കിട്ടുന്നുള്ളൂ. പക്ഷെ ഇന്നലെ പെട്ടെന്ന് തന്നെ ലൈക്ക് ഫംഗ്ഷൻ കഴിയുന്നത് അപ്പം തന്നെ ലിങ്ക് കിട്ടും ചെയ്ത് ഫുൾ എഡിറ്റഡ് പിക്സ് കുറെ കിട്ടും ചെയ്തു. പിന്നെ വീഡിയോ ആൾറെഡി ഇന്നലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇന്നലെ വേറൊരു ഫംഗ്ഷന് അപ്ലോഡ് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ ഇന്നലെ രാത്രി
രാവിലേക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ചതായിരുന്നു 8 മണി. ബട്ട് സ്റ്റിൽ അത് ഭയങ്കര ലൈക്ക് വീഡിയോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല പെട്ടെന്ന് അതെ കിട്ടിയത്. അത് നന്നായിട്ട് റീച്ച് ആവും ചെയ്തു കേട്ടോ. കാരണം നമ്മൾ രാവിലെ ഇട്ടപ്പോഴും ഇപ്പൊ തന്നെ ഏകദേശം ഒരു 17K ഒക്കെ ആയി. ഓക്കെ അത്രയും നല്ല വീഡിയോ ആണ് അത്. അതെ. അപ്പൊ പൊതുവെ നമ്മള് യൂഷ്വലായിട്ട് കാണാത്തൊരു ടൈപ്പ് ഓഫ് വീഡിയോ ആണ് എന്നുവെച്ചാൽ ഇപ്പൊ പറഞ്ഞ പോലെ ലാസ്റ്റ് എടുത്തത് ഫസ്റ്റിൽ കൊണ്ടുവന്ന് ഇടുമ്പോ സ്വാഭാവികം ഇമോഷണൽ കണക്ഷൻ ആളുകൾക്ക് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പോൾ ഹാപ്പിയാണ്. ഓനോട് പറഞ്ഞത് 3 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കണം എന്നാണ്. പക്ഷെ നിങ്ങളിരുന്ന് കുറെ കണ്ടന്റ് എനിക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ എന്താണെങ്കിലും ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താങ്ക് യു. എല്ലാരും ഓക്കെ അല്ലേ? നമ്മുടെ വീഡിയോഗ്രാഫർമാരും ഫോട്ടോഗ്രാഫർമാരും ഓരൊക്കെ ഇടക്കിടക്ക് എല്ലാരും പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങൾ ചെയ്യണത്. നമുക്കായിട്ട് അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായില്ല, പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ കാര്യത്തിൽ. എല്ലാരും നിങ്ങൾ പറഞ്ഞു തന്ന അതേപോലെ ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും നല്ല ഔട്ട്പുട്ട് കിട്ടിയത്. ഓലിനോട് പറയലുണ്ട് വ്ളോഗിൽ നിങ്ങളെ മാത്രമുള്ള ഹൈലൈറ്റ് ചെയ്യും, ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യില്ല. അപ്പൊ ഞങ്ങള് ജാവേദ് ഉണ്ട്, സഹൽ ഉണ്ട്, അതേമാതിരി നമ്മുടെ താഹിർ ഉണ്ട്. നിങ്ങളെ എല്ലാവരും കംഫർട്ടാണ് അല്ലേ? ഒക്കെ ഇന്നലെ ഇവരൊക്കെ തന്നെ അല്ലായിരുന്നോ? ഇതന്നെ നമ്മുടെ ഈ ടീം തന്നെ. ചെറിയൊരു വിഷമം എന്താ വെച്ചാൽ ഞങ്ങള് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കുറെ പിക്സ് ഒന്നും എടുക്കാൻ ഔട്ട്ഡോർ ഇന്ന് അല്ലേ? ഇന്നലെ പക്ഷെ എന്നാലും എന്താ വെച്ചാൽ നമുക്ക് ഉള്ള സമയം കൊണ്ട് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റിയ രീതിയിൽ നമ്മൾ ചെയ്യും. അപ്പൊ എന്താണെങ്കിലും അടിപൊളിയായിരിക്കട്ടെ ജീവിതം. നല്ല സന്തോഷത്തോട് കൂടിയിട്ട് രണ്ടാളും ഒരുപാട് കാലം കുട്ടികളും മക്കളൊക്കെ ആയിട്ട് പോട്ടെ. നിങ്ങൾ UK-ലല്ലേ? അപ്പൊ ആളെ UK-ലേക്ക് കൊണ്ടുപോകണം. ഉണ്ടോ? നാട്ടില് സെറ്റിൽ ആവാണ്. നിങ്ങളെന്തോ പിന്നെ ഇപ്പൊ എന്തോ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ്. 2 months കൂടി ഉണ്ട്, കഴിഞ്ഞ ഫൈനലും കൂടി ഉണ്ട്. അപ്പോൾ രണ്ടാൾക്കും നല്ല ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉഷാറായിട്ട് പോട്ടെ. എല്ലാവിധ ആശംസകളും. ഞങ്ങളെ ക്യാപിറ്റൽ തിയേറ്ററിന് സെലക്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മളൊരു കപ്പിളിനായിട്ട് വീണ്ടും കാണും. ഓക്കെ, ബൈ. ഓക്കെ.